ഇത് എങ്ങോട്ടാ റെഡിയായി പോകുന്നതെന്നല്ലേ? ഞാൻ ചേച്ചിയുടെയും ചേട്ടൻ്റെ അങ്ങോട്ട് പോവാണ്. ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകണം എന്നുള്ളത്, അച്ഛനും അമ്മേനെയൊക്കെ കാണണം എന്നുള്ളത്. അങ്ങനെ പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ആനന്ദ് എന്നെ പറ്റിയിട്ടുള്ള ആനന്ദിൻ്റെ പരാതികൾ പറയാണ്. ധാരാളം ഫ്രൂട്ട്സ് ഞാൻ കഴിക്കുന്നു എന്നുള്ളത്. ഇനി നിങ്ങളിവിടെ കേട്ടോ. ഫ്രൂട്ട്സ് കഴിക്കണം നല്ലതല്ലേ? 2 മുന്തിരി ഒരു ദിവസം. ഓക്കെ. അപ്പം ഇതാണെങ്കിലോ, ഓറഞ്ച് ആണെങ്കിലോ? ഒരു ഓറഞ്ച് എടുത്തിട്ട് 4 മുറിക്കുക, ബാക്കി ഫ്രിഡ്ജിൽ വെക്കുക, കഴിക്കുക. അതൊക്കെ ആവശ്യമുള്ളൂ മനുഷ്യന്. കേട്ടില്ലേ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അതായത് പുള്ളി ഉദ്ദേശിക്കുന്നത് ഫ്രൂട്ട്സ് ഒന്നും അധികമായിട്ട് ആരും കഴിക്കരുത്. കൂടുതലും നിങ്ങൾ ചിക്കൻ, ബീഫ്, മട്ടനൊക്കെ കൂടുതൽ റോസ്റ്റാക്കിയോ ഫ്രൈ ആയിട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് ആരോഗ്യത്തിന് നല്ലതെന്നുള്ളതാണ്. കാര്യം പുള്ളി മറ്റേ കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണ്. അതായത് ഏത് പാതിരാത്രിയും ചിക്കൻ ഫ്രൈ, ബീഫ് ഫ്രൈ, മട്ടൻ ഫ്രൈ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ സന്തോഷത്തോടെ കഴിക്കും. ഞാനാണെങ്കിൽ നേരെ തിരിച്ച്, അതായത് ഞാനതൊക്കെ കഴിക്കും. പക്ഷേ എന്നാലും എനിക്ക് 3 നേരം ഫ്രൂട്ട്സ് തന്നു കഴിഞ്ഞാൽ ഞാൻ വളരെ ഹാപ്പി ആയിട്ട് കഴിക്കുന്ന ഒരാളാണ്. അതുമാത്രമല്ല ചില ദിവസങ്ങളിൽ എൻ്റെ അടുത്ത് ആനന്ദ് പറയും, എടേ നമ്മൾ 2-3 ദിവസം നോൺ വെജ് കഴിച്ചു, ഇനി 2 ദിവസം നമ്മൾ വെജ് മാത്രം കഴിക്കണം എന്ന്. അപ്പോൾ ഞാൻ പറയാം ഓക്കെ സെറ്റ്. അങ്ങനെ ഫുഡൊക്കെ റെഡിയാക്കി ഞാൻ കൊണ്ടുപോകുമ്പോൾ എൻ്റെ അടുത്ത് പറയും, കടിച്ച് വലിക്കാനൊന്നുമില്ലേ? ആ ആളാണ് ഈ ആൾ. അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറച്ച് വാക്ക് തർക്കങ്ങൾക്ക് ശേഷം വീട്ടിലെത്തിയപ്പോഴത്തേക്ക് അച്ചടാ നിത്താര ബേബി ഉറക്കത്തിൽ നിന്ന് എണ്ണിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിത്താര ബേബിയുടെ എപ്പോഴത്തെ സംശയമാണ്, ഈ വീട്ടിലുള്ള ഇവർ രണ്ടുപേരും ഇടയ്ക്ക് പോവും ഇടയ്ക്ക് വരും, ആരാണിവർ എന്ന് പാവം നിത്താര ബേബി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കുറച്ചും ഞങ്ങളായിട്ട് സെറ്റായി. പിന്നെ ഞങ്ങളായിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന ചായയൊക്കെ കുടിച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ നിത്താര ബേബി എനിക്കിങ്ങനെ നടക്കുന്നതൊക്കെ കാണിച്ചത് അയ്യോ നല്ല നല്ല ചിരിച്ചൊക്കെ കാണിച്ചു തരാണ്. പിന്നെ ഞങ്ങൾ കുക്കിങ്ങിലോട്ട് കയറി. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച്, എല്ലാവരുടെ കറുത്ത കൈകളും അതിലുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ഓരോ സൈഡിൽ നിന്ന് പണികളൊക്കെ തുടങ്ങി ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വിഴിഞ്ഞം ചിക്കൻ ഫ്രൈയും പൊറോട്ടയാണ്. പക്ഷേ പൊറോട്ട ഓൾമോസ്റ്റ് സെറ്റായി. പക്ഷേ വിഴിഞ്ഞം ചിക്കൻ ഫ്രൈ ആയി വന്നപ്പോൾ ഈ ചിക്കൻ ഫ്രൈയും വിഴിഞ്ഞത്തെ ചിക്കൻ ഫ്രൈയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ചിക്കൻ ഫ്രൈ എന്തായാലും കഴിച്ചു, കൊള്ളായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് നല്ല രസമായിരുന്നു. ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം അടുത്ത ദിവസം രാവിലെ 1-2 സ്ഥലത്തൊക്കെ പോയി ഞങ്ങൾ നേരെ പോവാണ്, തിരിച്ച് ഞങ്ങളുടെ വീട്ടിൽ പോവാണ്. എൻ്റെ നാക്ക് തിരിയുന്നില്ല. ഓക്കെ. എന്നിട്ട് ഞങ്ങൾ നിത്താര ബേബിയുടെ അടുത്ത് ടാറ്റയൊക്കെ പറഞ്ഞ് വീട്ടിലെത്തി, ഫ്രഷായി, ഫുഡൊക്കെ കഴിച്ച് കിടന്നിറങ്ങി. അപ്പം